ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. അരുംകൊലയുടെ വാർത്ത ഞെട്ടലോടെ കേട്ടാണ് തിങ്കളാഴ്ച കരുളായി ഗ്രാമം ഉണർന്നത്. ഭർത്തൃവീട്ടിൽ അമ്മായിയമ്മയുടെ വെട്ടേറ്റ് മരിച്ച യുവതിയുടെ മരണം കുണ്ടുങ്ങൽ ഗ്രാമം ഞെട്ടലോടെയാണ് കേട്ടത്. പുളിക്കത്തടത്തിൽ ശാന്തയുടെ വെട്ടേറ്റ് മരിച്ച മരുമകൾ റജിലയുടെ മരണമാണ് നാട് സങ്കടത്തോടെ അറിഞ്ഞത്. രാവിലെ 6:30യോടെയാണ് ശാന്തമായ കുണ്ടുങ്ങൽ ഗ്രാമത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിലുയർന്നത്. അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന റജിലയാണ് കണ്ടത്. ഞങ്ങൾ രാവിലെ കുട്ടികളെ ഒച്ചം കേട്ടിട്ടാണ് അറിഞ്ഞത്. ആ കുട്ടികളെ രാവിലെ ഇങ്ങനെ അവിടുന്ന് കരച്ചിൽ കേട്ടിട്ട് ഞങ്ങൾ വണ്ടി വന്ന് നോക്കിയത്. അപ്പോഴാണ് അങ്ങനെ വെട്ടേറ്റ് കിടക്കുന്നത്. വെട്ടേറ്റ് കിടക്കുകയാണല്ലോ. മരണം സംഭവിച്ചില്ല? ഇല്ല, അപ്പോൾ സംഭവിച്ചില്ല. അപ്പോൾ തുടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മനോട് ചോദിച്ചു. അപ്പോൾ അമ്മ അവിടുന്ന് കൈയേകി വരുന്നതാണ് കാണുന്നത്. പിന്നെ ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി. എന്താ പിന്നെ നല്ല മുറികളുണ്ടായിരുന്നു? അപ്പോൾ രക്തം കിടക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വല്ലാതെ ഒന്നും കഴിയില്ല, ആകെ തളർന്നു പോയി. എന്താണ് ഇതിന്റെ കാരണം? എന്തെങ്കിലും ഇല്ല, അങ്ങനെ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇന്നലെ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു ഇഷ്യൊന്നും കേട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ പ്രശ്നമുള്ള വീടാണോ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. രാവിലെ നിങ്ങൾ ഇവിടെ എത്തിയോ? നമ്മളിവിടെ ഓടി വരുമ്പോ അതേപോലെ ഇങ്ങനെ അവള് വീണ് കിടക്കുന്നതാ കാണുന്നത്. ഇതേപോലെ കുറെ ആൾക്കാരും ഇവിടെ ഉണ്ട്. നമ്മളെ വീട്ടുകാർക്ക് പറഞ്ഞു അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അറിഞ്ഞപ്പോ ഓടി വന്നപ്പം എന്താണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ മറ്റുള്ളൊരു ഒച്ചയും വിളിയും കാര്യങ്ങളൊന്നും ഇവിടുന്ന് ഈ പാക്കറ്റൊന്നും നമ്മൾ കേട്ടിട്ടില്ല, കേട്ടില്ല. അവരെ ഇപ്പൊ അമ്മായിമ്മയും മരുമോളുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ആണ് എന്നുള്ളത് മാത്രമേ ഇവരെ കേട്ടിട്ടുള്ളൂ. അവസാനമെടുപ്പിൽ ജീവൻ നഷ്ടമാവുമ്പോൾ ഒരു കൂസലമില്ലാതെ കയ്യിലെ ചോര കഴുകിക്കളയുകയായിരുന്നു ശാന്ത. എന്താണ് നടന്നതെന്ന് നാട്ടുകാർ ചോദിച്ചെങ്കിലും 67-കാരിയായ ശാന്ത മറുപടിയൊന്നും പറയാതെ നിന്നു. നാട്ടുകാർ റജിലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വാർഡ് മെമ്പർ ഉമ്മസൽമയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിശാരിയിൽ അസൈനാരും നാട്ടുകാരും ചേർന്നാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴും രക്തത്തിൽ കുതിർന്ന നൈറ്റിയും ധരിച്ച സ്ഥലത്ത് നിൽപ്പായിരുന്നു പ്രതി ശാന്ത. ഉടനെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുടുംബവഴക്ക് തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതിലാണ് താൻ കൃത്യം ചെയ്തതെന്ന് ശാന്ത പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരുളായി.